മോളെ വന്ന് ചോറിനെ അവരൊക്കെ ചോറുന്നു സോഡ കുടിക്കാം. സോഡ കുടിച്ചിട്ട് ചോറില്ല. അതെ, ഒരു സോഡയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണത്. വെറും സോഡയല്ല, നല്ല മസാല സോഡ. അപ്പം നിങ്ങൾ എന്തായാലും വ്ളോഗ് ഫോറിയിൽ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ എന്തായാലും ഒരു കൂട്ടം ആൾക്കാരുണ്ട് കേട്ടോ കാത്തിരിക്കുന്നത്. ചോറ് പോലും കഴിക്കാണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളും വാഴലയും എല്ലാം സെറ്റാക്കിയിട്ട് ഇവിടെ ചേട്ടെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി, ഉള്ളി, പിന്നെ കുഞ്ഞുള്ളി, അതുപോലെ തന്നെ നമ്മളെ കാന്താരി മുളകൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ പച്ചമാങ്ങേൻ്റെ കുറവുണ്ടായതുകൊണ്ട് അത് പൊട്ടിക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ ഇവർ. അപ്പോൾ അങ്ങനെ പച്ചമാങ്ങയൊക്കെ ഇവിടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മണം അങ്ങോട്ട് അടിച്ചവരോട് എവിടെ നിന്നാണെന്ന് അറിയില്ല, എല്ലാവരും വന്ന് പൊതിഞ്ഞ് അങ്ങോട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുറിക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു മാങ്ങ കേട്ടോ. ചേട്ടൻ ഒരു കഷ്ണം എടുത്ത് വായിൽ വെച്ച് വന്നപ്പോൾ ഉണ്ടല്ലോ, എന്തൊരു പുളിയും നല്ലൊരു ടേസ്റ്റും ഒക്കെയുള്ളൊരു മാങ്ങ കേട്ടോ. അതങ്ങോട്ട് മുറിച്ചെടുക്കുമ്പോഴേക്കും ഓരോരുത്തർ ഓടി എടുക്കാൻ തുടങ്ങി. അവിടെ ദുർഗ വന്ന്, ഇന്ദ്രു വന്ന്, നന്ദു വന്ന്, എല്ലാം ചേട്ടൻ എല്ലാവർക്കും ഓരോരോ കഷ്ണമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും 2 മാങ്ങയേ ഉള്ളൂ, അതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അമ്മ അത് കാണാൻ വേണ്ടി നിന്നപ്പോഴേക്കും അമ്മനോട് പറഞ്ഞ ഒരു കഷ്ണം എടുത്ത് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഓടി രക്ഷപ്പെടട്ടെ. അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു. അമ്മക്ക് പുളി പറ്റി ശരിയാവുകയില്ല. അപ്പം മുറിക്കണേനിടക്ക് എല്ലാവരുടെ വായിലോട്ടും പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ മാങ്ങ മുറി ഇവിടെ ഇങ്ങനെ ചെയ്യാണ്. അപ്പം ഞാനൊരു കഷ്ണം അതിൽ നിന്ന് പൊക്കിയിട്ടുണ്ട്. നല്ല തോലോട് കൂടി, തോലിനാട്ടാ നല്ലൊരു രസം. അങ്ങനെ തോലോട് കൂടി ഞാനും ഒന്നങ്ങോട്ട് കടിച്ചു വെച്ച് തിന്നു. അപ്പോഴേക്കും ഇവിടെ നല്ലൊരു കൂട്ടം ഇടിയാട്ടാ. ഇതിന് വേണ്ടിയിട്ട് ഇടി മസാലത്തോടെ ആകുമ്പോഴേക്കും ഒരു ഇടി ഇങ്ങോട്ട് കഴിഞ്ഞ്. അപ്പോൾ ഇതിനുള്ള സാധനങ്ങളൊക്കെ മല്ലിയില, കാന്താരി മുളക്, വേപ്പില, ഇഞ്ചി, അതുപോലെ തന്നെ നമ്മളെ നല്ല പച്ചമാങ്ങ എല്ലാം ഇവിടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ എനിക്ക് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ കൂടി പച്ചമാങ്ങ ഇങ്ങനെ ഓരോ കഷ്ണം പോയിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പരിപാടി. മുറിക്കുന്നതിന് ഓരോ കഷ്ണം എടുത്തിട്ട് ഉപ്പിലൊക്കെ ഇട്ട് ഞാൻ മുക്കി അങ്ങോട്ട് എടുക്കല്ലേ. എവിടെ നിന്നാണെന്നല്ലോ ഒരു കൃമി ഇങ്ങോട്ട് വന്നു കേട്ടോ. വായും കൊണ്ട് ഇത് എൻ്റെ കയ്യിൽ നിന്ന് അത് മേടിച്ച് പറിച്ചെടുത്തിട്ടാണ് പോയ കേട്ടോ. ഇവൻ തന്നെ വിരുദ്ധൻ. ഇവനെടുത്തിട്ട് ഞാൻ എവിടെ നിന്നെങ്കിലും ഒരു കഷ്ണം എടുത്ത് അടിച്ച് മാറ്റി മുക്കിയെടുക്കും. അവൻ എവിടെ നിന്നെങ്കിലും ആയിട്ട് ഓടി വരും കേട്ടോ. ഞാനിങ്ങനെ എഴുതും, ഞാനും ഇന്ദ്രും കൂടി ഇവിടെ ഓണത്തിനിടക്ക് പൂട്ടച്ചടം എന്ന് പറഞ്ഞ പോലെ. ഞാനിതൊന്ന് ആക്കണമെന്ന് നേരത്തെ വിചാരിച്ചു കേട്ടോ, മസാല സോഡ കുടിക്കണമെന്ന്. അപ്പോൾ ഇന്ന് എന്തായാലും ഇവിടെ വന്നപ്പോൾ ചേട്ടൻ എന്തായാലും ആക്കണം, വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓസിന് ഞാനും അങ്ങോട്ട് അടിച്ചു കേട്ടാ. അതൊരു ലാഭമായി എന്തായാലും. അപ്പോൾ ഇന്ദ്രുവും ഞാനും കൂടി ഒരു ബഹളം തന്നെയായിരുന്നു. ഇവിടെ എല്ലാം കൂടി മിക്സ് ചെയ്ത് പെരക്കിയിട്ട് അങ്ങോട്ട് വെക്കുന്നുണ്ട്. നമ്മളെ ഇന്ദ്രു ആണെങ്കിൽ ഉപ്പിൻ്റെ അടുത്തൊന്നും മാങ്ങേൻ്റെ അടുത്തൊന്നും മാറണമില്ല. അതിൻ്റെ ഇടയിൽ കൂടി ആ ചമ്മന്തി ഉണ്ടല്ലോ, എല്ലാം കൂടി അരച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റായ ഒരു ചമ്മന്തി, അയ്യോ അത് മതി കേട്ടോ. ചോറ് തിന്നാൻ വേണ്ടിയിട്ട് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതൊരു കഷ്ണം മുക്കി ഇങ്ങനെ അടിക്കുന്നുണ്ട്. എനിക്ക് ഒരു കഷ്ണം, എനിക്കും ഒരു മാങ്ങയിലാക്കിയിട്ട് അങ്ങോട്ട് പേസ്റ്റ് എല്ലാം കൂടി അങ്ങോട്ട് തേച്ചിട്ട് വായിലോട്ട് അങ്ങ് വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അതൊരു ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാം എന്തൊക്കെ പറഞ്ഞാലും എല്ലാം മുതലാവട്ടെ. സോഡ മാത്രമല്ല, സോഡക്ക് മുന്നേ മാങ്ങ മുറിക്കുമ്പോൾ മുതലേ നമ്മൾ വായി ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ കത്രികേൻ്റെ ഈ സൈഡ് വെച്ചിട്ട് സോഡ പൊട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അല്ലേ, എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ചേട്ടൻ ഇതിങ്ങനെ നികിനോട് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ വെച്ചിട്ട് പൊട്ടിക്കാമെന്ന്. അപ്പോൾ സോഡ പൊട്ടിക്കുന്ന സാധനം അന്വേഷിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ അത് വെച്ചിട്ടാണ് പൊട്ടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൻ്റെ പേസ്റ്റ് എല്ലാം കൂടി ആയത് എല്ലാം കൂടി നികി ആ ജഗ്ഗിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളെ മോരും അങ്ങോട്ട് ഒഴിച്ച്, പിന്നെ നമ്മൾ സോഡയും ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് സോഡയും പൊട്ടിച്ച് അങ്ങോട്ട് ഒഴിക്കുക കേട്ടോ. അപ്പോൾ കത്രികേൻ്റെ ആ സൈഡിനെ കൊണ്ട് ആദ്യം ശരിയാവായിട്ട് പിന്നെ എടുത്തെടുത്ത് നോക്കുമ്പോൾ നികിക്ക് അതങ്ങനെ ഒരു മാച്ചായി കിട്ടി. അങ്ങനെ ശരിയാക്കി എടുത്ത് അപ്പോഴേക്കും എല്ലാവരും ഈച്ച പൊതിയുന്ന പോലെ പൊതിഞ്ഞ് നിൽക്കുക കേട്ടോ. ഒപ്പം നമ്മളെ അമ്മയും ഉണ്ട്. അങ്ങനെ ഇത് തുറക്കലുണ്ടോ, അതിൻ്റെ മൂടി നമ്മളെ ജഗ്ഗിലേക്ക് അങ്ങോട്ട് ഒന്ന് വീണിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചതാ, അതിനെടുത്തങ്ങോട്ട് കളയുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള പരിപാടി കേട്ടോ. അപ്പോൾ സോഡ അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. 2 സോഡയും കൂടി, ഒരു കുപ്പി സോഡ ഒഴിച്ചതിന് ശേഷമാണ് ചേട്ടക്ക് കുറച്ച് ബോധം വന്നത്, അയ്യോ 2 എണ്ണം കൂടി നമുക്ക് അങ്ങോട്ട് കമത്തായിരുന്നു എന്ന്. പക്ഷേ ഒന്ന് തീർന്നു പോയി. അതുകൊണ്ട് വെറുതെ ഒരു കാലിക്കുപ്പി അവിടെ സപ്പോർട്ടിന് നിന്നു എന്ന് മാത്രം കേട്ടോ. അങ്ങനെ എല്ലാം കൂടി അങ്ങനെ ചെയ്തു. അപ്പോൾ ഇതൊക്കെ പൊട്ടിച്ച് വന്നപ്പോൾ സോഡ നല്ലോണം കുറവ്. അപ്പോൾ ചേട്ടൻ രണ്ടാമത് പോയി ഒരു കുപ്പി സോഡയും കൂടി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും ആൾക്കാരില്ല, എല്ലാവർക്കും കിട്ടിയില്ലെങ്കിൽ ഇവിടെ കുഴപ്പം നടക്കൂലേ. അങ്ങനെ ഒരു കുപ്പി സോഡയും കൂടി മേടിച്ചുകൊണ്ട് വന്നിട്ടാണ്. ശരിക്കും ഇവിടെ മുതലാക്കിയത് നമ്മളെ ഇന്ദ്രു ആയിട്ടാ. മസാല സോഡ ആയപ്പം മുതൽ മറ്റേ ഷോർട്സിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി എല്ലാവരും നോക്കി നിൽക്കുകയാണ്. ഈ ഷോർട്സിൻ്റെ താരം ഇന്ദ്രു ആയതുകൊണ്ട് ഇവൻ ഇത് വീഡിയോ കഴിയുന്നത് വരെ ഇവൻ നല്ലോണം കുടിച്ചങ്ങോട്ട് മുതലാക്കി. ബാക്കി എല്ലാ എണ്ണം വായിൽ വെള്ളറിയിട്ട് ഇങ്ങനെ നിൽക്കട്ടെ, ഇത് കഴിയാണ്ട് ഈ സാധനം ഇങ്ങോട്ട് കിട്ടൂലല്ലോ. അതുകൊണ്ട് വിരുദ്ധനെല്ലാം നല്ലോണം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാം കൂടി ഒന്നും കൂടി മിക്സാക്കി എല്ലാവരും കൂടി കൊണ്ടുപോയി. നോക്കി അവസ്ഥ നോക്കി. ഞാനും ഓരോ സ്പൂൺ ഇങ്ങനെ കോരി എടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടി. ആർക്കൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചിട്ട് എല്ലാത്തിനും ടേസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊടുക്കുക
കുടിക്കുകയായിരുന്നു കേട്ടോ. നന്ദുൻ്റെ മൂക്കിലൊക്കെ സ്പൂണൊക്കെ പോയിട്ട് എന്താ പറയുക, എല്ലാം കൂടി ഒരു രസമായിരുന്നു കേട്ടോ, നല്ലൊരു രസമായിരുന്നു. അപ്പോൾ സോഡയും സൂപ്പറായിരുന്നു. ഞാനതിൽ നിന്ന് ഒരു ഗ്ലാസ് ഇങ്ങോട്ട് തപ്പിയെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എൻ്റെ അയ്യപ്പക്കും കൊണ്ടേ കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് അതവിടെ ജലദോഷമൊക്കെ പിടിച്ചിരിക്കുകയാണ്, തണുപ്പ് കുടിക്കില്ല. എന്നാലും ഞാൻ ഏട്ടാകൂടത്തിൽ പോയിട്ട് ഒരു ഗ്ലാസ്സൊക്കെ മേടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കള്ള് കൊണ്ടുപോകണ പോലെ ഞാനങ്ങോട്ട് കൊണ്ടുപോകണം കേട്ടോ. പോണത് വരെ ഞാനൊന്ന് ഇത്തിരി കുടിച്ച് പോകണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി സംഭവം കേട്ടോ. ഈ ചൂടിന് പറ്റിയ ഒരു ഐറ്റമാണ്. അങ്ങനെ ഞാൻ അയ്യപ്പക്കും ഒരു ലേശം കൊടുത്ത് ഞാനും കുടിച്ച് നല്ലൊരു ഏമ്പക്കവും വിട്ട് ഞാനിങ്ങോട്ട് ഇറങ്ങിയാണ്. അപ്പോഴേക്കും ഇവിടെ ഏതാണ്ട് ചക്കക്കൂട്ടാൻ കണ്ട പോലെ എല്ലാം അങ്ങോട്ട് തീർന്നിട്ടുണ്ട്. എല്ലാവരും ഏതാണ്ട് കള്ളക്കുടിച്ച് മറ്റേ അടിച്ച് കിക്കായ പോലെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.